അൽ ജസീറ നൽകുന്ന ഒരു വിവരമുണ്ട്. ഇപ്പോൾ ഖത്തറിന്റെ ആകാശത്ത് ചില ഫ്ലയേഴ്സ് കാണുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ആണോ മിസൈൽ ആണോ എന്നുള്ളത് വ്യക്തവുമല്ല എന്നാണ് അൽ ജസീറ ഇപ്പോൾ നൽകുന്നത്. മാത്രമല്ല ഖത്തറിൽ അവിടെ ഇവിടെയായി ചില ഏരിയകളിലെല്ലാം ഈ പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിലൊന്നും കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ചിലയിടങ്ങളിലെല്ലാം പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികളും നമ്മളെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല പലരും ഈ തരത്തിൽ മിസൈൽ എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ ആകാശത്ത് കണ്ടതായി, അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. അതെല്ലാം കൃത്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളാണ്. സംഭവം ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതിനാൽ തന്നെ നമുക്കത് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തി ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ എന്തായാലും അതിന് അക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വരും. എന്തായാലും അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഖത്തറിന്റെ ആകാശത്ത് മിസൈലിന്റേതെന്ന് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അത് എയർ ഡിഫൻസ് സിസ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്തതാണോ എന്നുള്ള കാര്യത്തിലും ഡൗട്ടുണ്ട്. മാത്രമല്ല പലയിടങ്ങളിൽ നിന്നും ഈ തരത്തിലുള്ള പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള രീതിയിലുള്ള പ്രദേശവാസി നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഈ തരത്തിൽ അൽ ജസീറയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിവ്യ, ശരി. ബി കെ സുഹൈൽ കൂടി ചേരുന്നു. സുഹൈൽ, ഖത്തർ വ്യോമപാത താൽക്കാലികമായെങ്കിലും അടച്ചിരിക്കുകയാണ്. എന്തായാലും അമേരിക്കയ്ക്കെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇറാൻ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇതുണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ ആക്രമണ ഭീതിയിലാണോ ഗൾഫ് രാജ്യങ്ങളുള്ളത്? ദിവ്യ, നമ്മൾ കുറെ കാലമായി പറയുന്നതാണ്, അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ, നേരിട്ട് ആക്രമണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള US ബേസുകളെ ആക്രമിക്കും എന്ന് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പറയുകയായിരുന്നു, ഈ 24 മണിക്കൂർ വളരെ നിർണായകമാണ് എന്ന് അമേരിക്കയ്ക്ക് രഹസ്യ വിവരങ്ങൾ കിട്ടിയിരുന്നു. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിന് ഇറാൻ തന്നെ പങ്കാളിയാകും എന്ന വിവരം വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അമേരിക്ക പറഞ്ഞത് തങ്ങളുടെ എംബസിയിലുള്ള മുഴുവൻ ജീവനക്കാരും ബങ്കറുകളിലേക്ക്, ഷെൽട്ടറുകളിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശമാണ് ആദ്യം അമേരിക്ക നൽകുന്നത്. ആ ഘട്ടത്തിൽ തന്നെ അവർ അവരുടെ ഈ ഒരു ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പൗരന്മാരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ആദ്യം ഖത്തർ എന്ന ചോദ്യത്തിന് ഉത്തരം, ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമുള്ളത് അൽ ഉദൈദ് സൈനിക ക്യാമ്പാണ്. US-ന്റെ പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പാണത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇറാഖ് അധിനിവേശം ഉണ്ടായ ഘട്ടത്തിൽ, അതേപോലെ തന്നെ അഫ്ഗാൻ അധിനിവേശം, ഇതിനെല്ലാം തന്നെ അമേരിക്ക ഉപയോഗപ്പെടുത്തിയ ഒരു ബേസാണ് അൽ ഉദൈദ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ സൈനിക ബേസിനെ അവർ കൂടുതലായി ഇറാനെതിരെ അറ്റാക്കിന് ഉപയോഗപ്പെടുത്താതിരിക്കാൻ, ആ മേഖലയ്ക്ക് ഒരു സന്ദേശം നൽകാൻ ഇറാൻ സന്നദ്ധമാണ്, അല്ലെങ്കിൽ ഇറാൻ അത്തരമൊരു ആഗ്രഹമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ബഹ്റൈൻ നേരത്തെ തന്നെ ബഹ്റൈനും US-ന്റെ മറ്റൊരു ക്യാമ്പുള്ള, മറ്റൊരു സൈനിക താവളമുള്ള ഏരിയയാണ് ബഹ്റൈൻ. അപ്പോൾ ബഹ്റൈൻ നേരത്തെ തന്നെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു, കൂടുതലായി ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല, പ്രധാനപ്പെട്ട മേഖലകളിൽ റോഡുകളെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ സൂക്ഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ